കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ സമരം ആരംഭിച്ചപ്പോൾ അവർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വത്തെ SFIയുടെ നേതൃത്വത്തെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. BJP ഗവൺമെൻറ് നീറ്റ് പരീക്ഷ മുതൽ CBSE പരീക്ഷ വരെ നടത്തുന്നതിൽ വരുത്തിയ അപഹാസ്യവും ഭയാനകവുമായ വീഴ്ച, അതുമായി ബന്ധപ്പെട്ട് സംശയിക്കപ്പെടുന്ന അഴിമതി, ഇതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരനായ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയണം, ഈ മേഖലയിലുള്ള അഴിമതിക്ക് വിരാമമിടണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും DYFI പോലുള്ള സംഘടനകളുമെല്ലാം ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി അതിൻ്റെ ബോസ്റ്റണിൽ താമസിക്കുകയായിരുന്ന നേതാവ് അഭിജിത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ട് ജന്തർ മന്ദറിൽ ഒരു പ്രത്യേക സമരം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സമരത്തിന് പിന്തുണയുമായി ഞങ്ങളുടെ സഹകരണവുമായ സമരം മുന്നോട്ട് പോയത്. ഇപ്പോൾ ലഡാക്കിലെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രക്ഷോഭം നയിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായ സോനം വാങ്ചുക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഈ മേഖലയിൽ അഴിച്ചുപണി ഉണ്ടാവണം, അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരം ഇവിടെ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ആ സമരം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പാർട്ടി ഈ സമരത്തിന് ഇപ്പം അവരുന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളെ, പരീക്ഷാ മേഖലയിലെ അഴിമതിക്ക് അവസാനം കാണുക, ഈ അഴിമതിക്ക് ഉത്തരവാദികളായവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുക, ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരം, അനിശ്ചിതകാല നിരാഹാര സമരം, അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബൃന്ദാക്കാരാട്ടും ഞാനും ഇവിടെ വന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഈ സമരവുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണം, ഏതെല്ലാം തരത്തിൽ ഈ സമരത്തോട് സഹകരിക്കണം എന്നുള്ള കാര്യം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. CPIM ഇവർ ഇപ്പോൾ നടത്തുന്ന സമരത്തിലെ മുഖ്യ ആവശ്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു. അതിന് ഈ സമരം നടക്കുവോളം കാലം അതിന് പിന്തുണ നൽകുന്നതാണ് എന്നിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. പാർട്ടിയുടെ മെഷീനറി ഏതെങ്കിലും തരത്തിൽ ഈ സമരക്കാർക്ക് ഭക്ഷണം, വെള്ളം അടക്കമുള്ള, അതായത് ഇവിടെ നിരാഹാരം ഇരിക്കുന്നവർക്കല്ല പിന്തുണ അർപ്പിച്ചു വരുന്നവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ കൂടി CPIന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ച് പൂർണ്ണമായി ഒരു അവഗണിക്കപ്പെട്ട നിലയിൽ ഇവരായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥി യുവജന സംഘടനകൾ SFIയും DYFIയും ISI പോലുള്ള മറ്റു സംഘടനകളും ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും അവർക്ക് കഴിയാത്ത വിധത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പാർട്ടി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും.